പറയാൻ രാഷ്ട്രീയമില്ലെങ്കിൽ മതത്തെ കൂട്ടിക്കൊടുക്കല്ല വേണ്ടത്. അതും ഒരു രാജ്യത്തിന്റെ ഭരണഘടന ആയാൽ പിന്നെ ആ രാജ്യം നശിച്ചടാം. അതെന്റെ രാജ്യമായാലും നിന്റെ രാജ്യമായാലും. എന്താണ് കേരളത്തിൽ BJPയുടെ പ്രസക്തി? നമുക്കതൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ 2010 ശേഷം BJP തങ്ങളുടെ വോട്ട് 10% മുകളിലേക്ക് ഉയർത്തിയതായി കാണാം. അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് ഈ ഒരു 10% വോട്ട് ഉയർത്തിയത് കൊണ്ട് മാത്രം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. ഈ ബോധ്യത്തിൽ നിന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായ ശ്രമങ്ങൾ അവർ കാലാകാലങ്ങളിൽ നടത്തി വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് കേരളത്തിൽ BJPയുടെ പ്രസക്തി? ഈ പ്രസക്തിയെ കുറിച്ച് പറയുമ്പോൾ അവര് സ്വയം നിർമ്മിക്കുന്ന പ്രസക്തിയാണ് അവർക്ക് കേരളത്തിലുള്ളത്. അവർക്ക് സ്വതസിദ്ധമായി കേരളത്തിൽ ഒരു പ്രസക്തിയില്ല. എന്താണ് കമ്മ്യൂണിസ്റ്റുകളുടെ കേരളത്തിലെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം മുതൽ ഇന്ന് വരെ നാളിതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സമരങ്ങളും ഓരോ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങളും ഓരോ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണോ ഗ്യാപ്പ് ഉണ്ടാകുന്നത്, ഏത് വിഷയത്തിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ കാര്യങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യാൻ പറ്റുന്ന ജനകീയമായ ഒരു മുന്നേറ്റമാണ് ഈ രണ്ട് മുന്നണികൾ കേരളത്തിൽ നടത്തിയത്. ഈ രണ്ട് മുന്നണിക്കിടക്ക് എവിടെയാണ് ഒരു കമ്മ്യൂണൽ പാർട്ടിയായ BJPയുടെ പ്രസക്തി? ആ പ്രസക്തി നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ ആദ്യം BJP ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അവർക്കുള്ള ഓപ്പോസിറ്റ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യും. ആ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ ഗ്രൂപ്പുകളാണ്. ആ ന്യൂനപക്ഷ ഗ്രൂപ്പുകളിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അവരിലെ ചില പ്രശ്നങ്ങൾ അതൊരു മതത്തിന്റെ പ്രശ്നമാക്കി മാറ്റി ഹിന്ദു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ. ആ അവതരിപ്പിക്കലിലൂടെ കൂടി അവരെന്താക്കും, അതിൽ നിന്നും ഈ ഭൂരിപക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടുന്ന രക്ഷകന്റെ റോളിലേക്ക് ഇവർ ചാടി വീഴും. അപ്പോൾ ആ ചാടി വീഴലിലൂടെ അവിടെ ഒരു വോട്ട് ബാങ്കിനെ അവർക്ക് കണ്ടെത്താൻ പറ്റും. അല്ലാത്ത ഒരു സ്പേസും ഇല്ലാതിരുന്ന കേരളത്തില് ഇത്തരത്തിൽ വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാലാകാലങ്ങളായിട്ട് കുറച്ചു കാലങ്ങളായിട്ട് BJP ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള നേട്ടം അവർക്ക് കിട്ടിയതായിട്ട് നമുക്ക് കാണാം. അടുത്ത കാലത്തെ ഇത് പരിശോധിച്ച് വോട്ട് നിലയെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനു ശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അങ്ങനെ പെട്ടെന്നൊന്നും കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ തുടച്ചു നീക്കാനോ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പിടിച്ചെടുക്കാനോ കഴിയില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് BJP ഇടതുപക്ഷത്തിനെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിന്റെ കാരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹിന്ദു വോട്ടിന്റെ ഭൂരിഭാഗവും നേടിയെടുക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ ഇവർക്ക് വോട്ട് നേടിയെടുക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഹിന്ദു വോട്ടിൽ വിള്ളൽ വരുത്തണം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇവര് കാര്യമായിട്ട് നടത്തി വരുന്നത്. അതായത് എങ്ങനെയും ഇടതുപക്ഷത്തിനെ തകർത്ത് ആ വോട്ട് സ്വന്തമാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അപ്പോൾ കേരളത്തിൽ തങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു വഴിയാണ് സ്ഥാപിത താല്പര്യക്കാരെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. അതായത് കാലാകാലങ്ങളായി ഇവർ നടത്തി വരുന്ന പഠനത്തിലൂടെ അവര് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതെല്ലാം മേഖലകളിൽ ആണ് ഇവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുക, ഏതെല്ലാം തരത്തിലാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. ഇങ്ങനെ 20% വോട്ടുകൾ നേടുക എന്നുള്ള ശ്രമത്തിലാണ് ഈ ലക്ഷ്യത്തിൽ അവര് മുഴുകുമ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. ബേസിക് ആയിട്ട് 20% വോട്ടുകൾ നേടുക. 20% വോട്ടുകൾ 10% നിന്നും 20%ലേക്ക് വോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പൊതു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്ങനെയുള്ള ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും?
ഇവിടുത്തെ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പൊതുവായ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, കാലാകാലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു പാർട്ടിക്ക് ഒരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ കേരളത്തിലൊരു പൊതു ട്രെൻഡിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ട്. ആരാണോ ജയിക്കാൻ പോകുന്നത് അവർക്ക് വോട്ട് ചെയ്യുക, ഏതിനോടാണോ ചായവുള്ളത്, ഏത് പക്ഷത്തോടാണോ ചായവുള്ളത് അതിനോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട്. ആ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് 20% നിന്നും അടുത്ത ഗിയർ ചേഞ്ച് ചെയ്യാൻ കേരളത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ ധാരയുണ്ട്. ഈ രാഷ്ട്രീയ ധാര ഫസ്റ്റ് തന്നെ അവർക്ക് അതിലൊരു വിള്ളൽ വീഴ്ത്താനുണ്ട്. അവിടെ ആരാകണം സെക്കൻഡ് പൊസിഷൻ എന്നുള്ളതാണ് അവരെ ചോദ്യം. ഇപ്പോൾ ഇവിടെ BJP കടന്നു കയറാൻ പോകുന്നു. അതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ അതിന്റെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്? അത് മറ്റ് സംസ്ഥാനങ്ങളുടെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഏത് പാർട്ടിയാണോ ഇവിടെ നിന്നും പിഴുതെറിയപ്പെടാൻ പോകുന്നത് എന്നുള്ള ഒരു ചർച്ച അവരുടെ സൃഷ്ടിക്കുന്നുണ്ട്. ബോധപൂർവമായി നടത്തുന്ന ചർച്ചയാണ്. ഈ ചർച്ച അവർ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരുടെയോ ഇവിടുത്തെ UDF പ്രവർത്തകരുടെയോ ആത്മവിശ്വാസം തകർത്ത് ആ സ്പേസിലേക്ക് അവർക്ക് കടന്നു കയറണം. എന്നാൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ ജനത മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ BJP എന്നുള്ളത്? ആ ചോദ്യം ഇവിടെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലക്ക് വളരെ കൃത്യമായി മാധ്യമങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിയമങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസുകൾ ഉണ്ടാക്കി കൃത്യമായി ഇവിടുത്തെ ഒരു പൊതുജന അഭിപ്രായ രൂപീകരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അടുത്ത കാലത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ വാർത്തയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വാർത്ത പോലും കേരളത്തിലെ ഇടതുപക്ഷം തങ്ങൾക്ക് അനുകൂലമായി നിർമ്മിക്കുന്നതോ ഇടതുപക്ഷ മനസ്സുള്ള ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതോ ആയ വാർത്ത കേരളത്തിലില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരായാലും സോഷ്യലിസ്റ്റുകളാണ്, കേരളത്തിലെ ഇടതുപക്ഷക്കാരായാലും സോഷ്യലിസ്റ്റുകളാണ്. സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു വാർത്ത ഈ കേരളത്തിൽ ഉണ്ടായിട്ട് കുറെ കാലങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷ വിരുദ്ധത ഈ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. കേരളത്തിൽ 24 മണിക്കൂറും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അതിൽ താഴെയുള്ള ഒരു പാർട്ടി അംഗമോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും പർവ്വതീകരിച്ച് കാണിക്കുകയും, എന്നാൽ ഏറ്റവും വലിയ നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഏതെങ്കിലും ഒരു കോർണർ ചെയ്ത വാർത്തയാക്കി മാത്രം കാണിക്കുന്ന ഒരു പ്രവണത നമ്മുടെ മാധ്യമങ്ങൾ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ വായനക്കാരെയും ഇത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനായ വാർത്തകൾ കാണുന്ന ഒരാളുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ ഇതിനിടക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇടതുപക്ഷവും വലതുപക്ഷവും UDFും LDFും കൃത്യമായി കേരളത്തിൽ പ്രചരണം നടത്തണം. എന്താണ് പ്രചരണം? എന്താണ് കേരളത്തിലെ UDF BJPയുടെ പ്രസക്തി എന്നുള്ളത് തന്നെ. BJPക്ക് കേരളത്തിലുള്ള പ്രസക്തി അവര് വ്യക്തമാക്കട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്? എന്താണ് അവരുടെ പ്രസക്തി? ഇവിടെ ഇടതുപക്ഷം എന്തിനു വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവരത് നടപ്പാക്കുന്നുണ്ടോ, അവർക്ക് എന്ത് പോരായ്മയുണ്ട് എന്നുള്ളതെല്ലാം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പൊതു കാഴ്ചപ്പാട്. എന്നാൽ ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ ഒരു ചർച്ച നടക്കണം. ഈ പൊതുസമൂഹം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ഇടതുപക്ഷ പ്രവർത്തകരും UDF പ്രവർത്തകരും മുൻകൈ എടുക്കണം. അത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഇവിടുത്തെ UDFന്റെയും LDFന്റെയും പ്രസക്തി ജനങ്ങളുടെ മുന്നിലെത്തിക്കണം. അതോടൊപ്പം ഇവിടെ ഈ രാജ്യം ഈ സംസ്ഥാനം ഇങ്ങനെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ ആ ചർച്ചയിലൂടെ നമ്മുടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന തെറ്റായ പ്രവണതകളെ തുറന്നു കാട്ടാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ ഈ ചർച്ച പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ സഹായകരമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. സാധാരണക്കാരനെ മാറ്റി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ രൂപീകരണത്തിനുള്ള ശ്രമം അവരിവിടെ നടത്തി വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ അവർ നടത്തി വിജയിച്ച രീതിയിലുള്ള വളരെ സങ്കുചിതമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ശ്രമം അവരിവിടെ
നടത്തി വരുന്നുണ്ട്. അവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാല് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളില് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി അവർ ജാതി മത ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തും. അതിലൂടെ സാധാരണക്കാരന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകും. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ കേരളത്തെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ നിൽക്കൂ. നീ എന്താ മാറി നിക്കണേ? അതെ, നീ തന്നെ. നീ എനിക്ക് വേറെ അല്ല കേട്ടോ. സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കാണുമ്പോ മനസ്സ് പടയുന്നുണ്ടല്ലേ പൈതങ്ങള്? 5 നേരം നിസ്കരിക്കുന്നവളല്ലേ നീ? തമ്പുരാനെ എന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവളല്ലേ നീ? വിഷമിക്കണ്ട, ഭ്രാന്ത് പിടിച്ചൊരു സമൂഹമാണ് ചുറ്റിലും. തേൻ ഔഷധമാണ്, നെയ്യും നല്ലതാണ്. പക്ഷേ രണ്ടും കൂടി ചേർന്നാലോ വിഷമാണ്. അതുപോലെ മതവും രാഷ്ട്രീയവും ചേർന്നാല് ഭ്രാന്താണ്. നെല്ലിക്കാത്തളം തലക്ക് വെച്ചാലും മാറാത്ത നട്ടഭ്രാന്ത്. വിഷമിക്കണ്ട പൈതങ്ങളെ, മുത്തപ്പൻ കൂടെ